ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി ജോ ബൈഡൻ. വാർത്താക്കുറിപ്പിലൂടെയാണ് പ്രഖ്യാപനം. ഈ ആഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് ബൈഡൻ വ്യക്തമാക്കി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് പിന്മാറ്റം. വിവരങ്ങളുമായി വിനീത വേണു ചേരുന്നുണ്ട്. വിനീത, പ്രചാരണത്തിന്റെ തുടക്കം മുതൽ പിഴയ്ക്കുകയായിരുന്നു ബൈഡന്. ഈ സംവാദം, ട്രംപുമായുള്ള സംവാദത്തിലെ പിഴവുകൾ, തോൽവി, അതിനു പിന്നാലെ കോവിഡ്, അതിനിടയിൽ ഈ പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പിന്മാറുകയാണോ? വിനീത വേണു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, ഇപ്പോൾ ബൈഡൻ പിന്മാറുകയാണോ? ബൈഡൻ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ പിന്മാറ്റം. ഏറ്റവും പുതിയ വാർത്തയാണിത്. വാർത്താക്കുറിപ്പിലൂടെയായിരുന്നു ഈ ഒരു പ്രഖ്യാപനം. ഈ ആഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വെറും 4 മാസം മാത്രം ബാക്കി നിൽക്കെ പിന്മാറുകയാണ് ബൈഡൻ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയിരിക്കുന്നു. വാർത്താക്കുറിപ്പിലൂടെയായിരുന്നു ഇത് അറിയിച്ചത്. ഈ ആഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ തുടക്കം മുതൽ തന്നെ പിഴയ്ക്കുകയായിരുന്നു ബൈഡന്. ട്രംപുമായി നടത്തിയ സംവാദത്തിൽ തന്നെ തിരിച്ചടിയുണ്ടായി. ഒരുപാട് വിമർശനങ്ങൾ ആ സംവാദത്തെ തുടർന്ന് ഉണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ബൈഡന്റെ പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. അത്തരം ചർച്ചകളും വലിയ രീതിയിൽ തന്നെ നടന്നിരുന്നു. ഏറ്റവും ഒടുക്കം അദ്ദേഹം കോവിഡ് രോഗിതനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പിന്മാറാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് വെറും 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ഈ പിന്മാറ്റം. വിനീത വീട് ചേരുന്നുണ്ട്. വിനീത, ഏറ്റവും ഒടുക്കം ബൈഡൻ പിന്മാറുകയാണോ? അങ്ങനെ തന്നെയാണ്. ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെയാണ് ബൈഡൻ ഇക്കാര്യം അറിയിക്കുന്നത്. ഈ ആഴ്ച തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നും ബൈഡൻ വ്യക്തമാക്കുന്നു. ട്രംപുമായി ഏറ്റുമുട്ടിയ ആദ്യ ടെലിവിഷൻ സംവാദത്തിൽ തന്നെ മോശം പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്ന് ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ശക്തമായിരുന്നു. 20-ലധികം ഡെമോക്രാറ്റിക് നേതാക്കൾ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ, ഒപ്പം US ജനപ്രതിനിധി സഭ മുൻ സ്പീക്കർ നാൻസി പെലോസി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇത്തരത്തിൽ ട്രംപിനോട് ഏറ്റുമുട്ടിയാൽ ബൈഡൻ പരാജയപ്പെടുമെന്നും അത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിമർശനം ഉയർത്തി. അവസാന നിമിഷം വരെ പിന്മാറില്ല മത്സരത്തിൽ നിന്നുള്ള നിലപാടാണ് ജോ ബൈഡൻ സ്വീകരിച്ചത്. എങ്കിൽ പോലും ഇപ്പോൾ താൻ ദുർബലനാണെന്ന് വ്യക്തമായതുകൊണ്ടായിരിക്കണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരിക്കുകയാണ്. രാജ്യത്തിന്റെ നല്ലതിനു വേണ്ടി രാജ്യത്തിന്റെയും പാർട്ടിയുടെയും താല്പര്യം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ പിന്മാറുന്നത് എന്നാണ് ബൈഡൻ വിശദീകരിക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം ഇങ്ങനെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നത് എന്ന വിവരങ്ങളും വരുന്നുണ്ട്. ഏതായാലും 4 മാസം ബാക്കി നിൽക്കെ നവംബറിൽ US പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ജോ ബൈഡൻ പിന്മാറിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. വൈസ് പ്രസിഡന്റായ കമല ഹാരിസ് ബൈഡന് പകരം അയക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ റോഷ്നി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ഇന്ത്യൻ വംശജയായ ഒരാൾ എത്തുന്നു എന്നതുകൂടി ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാവുന്നതുപോലെ ജോ ബൈഡന് പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഡോക്ടർമാരും ഇത്തരത്തിൽ പിന്മാറുന്നതായിരിക്കും നല്ലത് എന്ന ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ബൈഡൻ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബൈഡന് 3ാമതും കോവിഡ് സ്ഥിരീകരിച്ചതോടെ അദ്ദേഹം പ്രചാരണ പരിപാടികൾ തൽക്കാലം നിർത്തിയിരിക്കുകയായിരുന്നു. ഡെലാവെയറിലെ ഔദ്യോഗിക വസതിയിൽ ഒറ്റയ്ക്ക് കഴിയുകയും ചെയ്യുകയായിരുന്നു. പ്രധാന സംവാദങ്ങളൊക്കെ നടക്കാനിരിക്കെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടി ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിനിധികളുടെ നേതാക്കളുടെ പിന്തുണ ഉൾപ്പെടെ നഷ്ടമായിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ജോ ബൈഡൻ ഇപ്പോൾ പിന്മാറുന്നത്. ഇനി ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് കമല ഹാരിസ് എത്തുമോ എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായും. ബ്രിട്ടനിൽ ഋഷി സുനകിന് പ്രധാനമന്ത്രി പദം നഷ്ടമായ ശേഷം നമുക്കറിയാം ഇന്ത്യൻ വംശജനായ ഋഷി സുനകിന് പ്രധാനമന്ത്രി പദം ബ്രിട്ടനിൽ നഷ്ടമായിരുന്നു. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കമല ഹാരിസ്, ഒരു ഇന്ത്യൻ വംശജ, എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും ഇന്ത്യക്ക് ഏറ്റവും നിർണായകമാവുന്നതും. ഏതായാലും ജോ ബൈഡൻ പിന്മാറിയിരിക്കുന്നു.
പ്രായാധിക്യം അദ്ദേഹത്തെ തളർത്തി എന്ന തിരിച്ചറിവിൽ തന്നെയായിരിക്കണം ഈ പിന്മാറ്റം എന്ന് വേണം തിരിച്ചറിയാൻ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ സംവാദങ്ങളൊക്കെ തന്നെ അതിന്റെ ചൂടുപിടിച്ച ഘട്ടത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലാണ് ആദ്യമായി, ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടിക്കിടെ വെടിവയ്പുണ്ടായത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിന്റെ സഹതാപ തരംഗം ഉൾപ്പെടെയുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തമായി ലീഡുണ്ട് എന്ന് തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി വിലയിരുത്തുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ജോ ബൈഡന്റെ പിന്മാറ്റം ഇനി ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കുമെന്നത് കൂടി അറിയണം. എന്തിനാണ് ബൈഡനെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നത് തുടക്കം മുതൽ തന്നെ ഉയരുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ഡെമോക്രാറ്റിക് പാർട്ടി സ്വീകരിച്ചത്. പക്ഷേ ആദ്യ സംവാദങ്ങളിൽ തന്നെ തളർന്നു നിൽക്കുന്ന ബൈഡനെയാണ് കണ്ടത്. ട്രംപിന്റെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരമില്ലാതെ ബുദ്ധിമുട്ടുന്ന, വാക്കുകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, വാക്കുകൾ ഇടറി നിൽക്കുന്ന ബൈഡനെയായിരുന്നു കണ്ടത്. അതിനു പിന്നാലെ ബറാക് ഒബാമയെ പോലുള്ള പ്രധാന നേതാക്കൾ വിമർശനവുമായി എത്തുമ്പോൾ ജോ ബൈഡന് മറ്റു വഴിയില്ലാതെ രാജിവെക്കേണ്ടി, ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. ഇനി കമലാ ഹാരിസ് എത്തുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയവുമാണ്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടം എന്നത് നിർണായകമായി മാറുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തമായ ലീഡ് ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ബൈഡന്റെ പിന്മാറ്റം എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ ബൈഡന്റെ പിന്മാറ്റം അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ ഏറെ ശ്രദ്ധേയമാക്കുകയും ചെയ്യുന്നു. റോഷ്നി. ശരി, വിനീത വേണുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയിരിക്കുകയാണ്.